സ്വശരീരത്തിന് അടിമയാവാതിരിക്കുക. മുത്തുനബി തങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, ഈ ദീനിന്റെ മസ്അല ഇങ്ങനെയാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസിനെ, ഈ ആയത്തിനെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനം ഇന്നതാണ്. ദീനിന്റെ ഒരു വിഷയം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യൂല എന്ന് പറയരുത്, അതെനിക്ക് വേണ്ട എന്ന് പറയരുത്, അത് ഞാൻ അംഗീകരിക്കൂല എന്ന് പറയരുത്. സ്വന്തം ശരീരത്തിന് അത് ഇഷ്ടമല്ലെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമല്ലയോ, അള്ളാഹുവിന് ഇഷ്ടമല്ലയോ, ഞാനത് ചെയ്യട്ടെ. അങ്ങനെയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരാൾ ഇടത് കൈകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തപ്പോൾ ഇടത് കൈകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് തിന്നടോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. വലത് കൈകൊണ്ട് തിന്ന്. നമ്മൾ ആലോചിക്കണം, ഇന്ന് കല്യാണത്തിന് പോയാലൊന്ന് കൈപൊക്കിയാട്ടെ. ഈ ഒരു കല്യാണം, ഒരു സൽക്കാരം ഇന്ന് പോയവര് പൊക്കട്ടെ. എത്ര കല്യാണം ഉണ്ടായിട്ടുള്ളൂ? മാഷാ, ഞാനൊന്നു കൂടി കുറെ കാലങ്ങൾക്ക് ശേഷം അൽഹംദുലില്ലാഹ്. ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് പിടിച്ചത്, ആ പായസം കുടിച്ചത്, ജ്യൂസ് കുടിച്ചത് വലത്തെ കൈ കൊണ്ട് തന്നെയാണോ എന്ന് ഉറപ്പുള്ളവർ ഈ പൊക്കിയിലുണ്ടെങ്കിൽ കൈ പൊക്കിയാട്ടെ. ഞാൻ കുടിച്ചത് അങ്ങനെ തന്നെ, എനിക്ക് 100% ഉറപ്പുണ്ട്. അൽഹംദുലില്ലാഹ്. കുറച്ച് കൈ പൊക്കാൻ ഒരു പ്രയാസമുണ്ട്, അറിയില്ല, ഓർമ്മയില്ല, കുഴപ്പമില്ല. ഇനി മുതൽ ഈ സദസ്സ് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വലത് കൈ കൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കുക. ഇറക്കായി ഒരിറക്ക്, രണ്ടിറക്ക്, അങ്ങനെ മെല്ലെ മെല്ലെ സിപ്പുകളായി കുടിക്കുക. കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാം, തുടങ്ങുമ്പോ ബിസ്മില്ലാ എന്നും പറയാം. നമ്മുടെ അന്നപാനീയങ്ങൾ നമ്മൾ ആഹരിക്കുന്നത്, കുടിക്കുന്നത് വലത് കൈ കൊണ്ടാണ്. എന്തേ? നമ്മുടെ റസൂൽ അങ്ങനെയാ പറഞ്ഞത്. അതാ നമ്മുടെ പെപ്സിയുടെ പരസ്യം കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ. നമ്മളിവിടെ കാണുക ക്രിക്കറ്റ് താരങ്ങളെ വെച്ചിട്ട് അവർ സാധാരണ ഇത് ചെയ്യിക്കാറുള്ളത്. ഒരു നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ പരസ്യം നടക്കുന്ന സംഭവങ്ങളാണ് പെപ്സിയുടേത്. പക്ഷെ അവര് കളിക്കാരെയാണ് അതിന് ഉപയോഗിക്കുക, അല്ലേ? നമ്മുടെ ഫോട്ടോത്തിൽ കാണാറില്ലേ റോഡ് സൈഡിലൊക്കെ? ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഇടത്തെ കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പരസ്യത്തിൽ? ഇപ്പൊ പരസ്യം മാറ്റിക്കണമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടതൊക്കെ അങ്ങനെ. ഇടത്തെ കൈ കൊണ്ട് കുടിക്കുന്നു, അത് പൊട്ടിച്ചിട്ട് പതപ്പിക്കലോ വലിച്ചൂറ്റി കുടിക്കുക. ഇടത്തെ കൈ കൊണ്ടാ കുടി, അത് പിശാചിന്റെ കുടിയാണ്. നമ്മൾ നിരന്തരം ഇങ്ങനെ കണ്ടാൽ ചെറുപ്പക്കാർ പെപ്സി വാങ്ങിയ പിന്നെ ഇടത്തെ കൈ കൊണ്ട് കുടിക്കലായിരിക്കും സുന്നത്ത്, അങ്ങനെ വിചാരിക്കും. സുബ്ഹാനല്ലാഹ്. കാരണം പരസ്യം തന്നെ അങ്ങനെ കാണുന്നത്, മുഴുവൻ പരസ്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് കുടിക്കണമെന്ന് നബി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യന്റെ ഒരു ദൗർഭാഗ്യം നോക്കണം. ലാ അസ്തതീ, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബിയാണ് ഈ പറയുന്നത്, വലത്തെ കൈ കൊണ്ട് കുടിക്കുക, എന്നെ കൊണ്ട് പറ്റൂല. തങ്ങൾ പറഞ്ഞു കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് തിന്നണം എന്ന് പറഞ്ഞു. വലത് കൈ കൊണ്ട് ഉപയോഗിച്ച് തിന്നണം, ഇടത് കൈയല്ല, വലത് കൈ കൊണ്ട്. അപ്പൊ ഒരാൾക്ക് സംശയം, ഒരു കയ്യിലൊരു പഫ്സും ഇപ്പുറത്തൊരു ജ്യൂസും കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ഒന്ന് ഇടത്ത് ഒരു പടി ഒരു കുടി, അങ്ങനെ ആവരുത്. ആ കൈ മാറ്റിയിട്ട് തന്നെ ഗ്ലാസ് അവിടെ വെച്ചോ, എന്നിട്ട് വലത് കൈ കൊണ്ട് കഴിക്കും. ചെറിയ മക്കൾ, സ്കൂളിൽ പോകുന്ന മക്കൾക്ക്, കൊച്ചു നഴ്സറിയിൽ പോകുന്ന മക്കൾക്ക് ഉമ്മമാർ ടിഫിനിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോ മക്കളോട്, മോനെ ബിസ്മി ചൊല്ലാൻ മറക്കരുത് കേട്ടോ, മോൻ എന്ത് ചെയ്യണം, വലത് കൈ കൊണ്ട് തിന്നണം. ചിലപ്പോൾ ടിഫിൻ ബോക്സ് ഒക്കെ തുറക്കുമ്പോൾ അവർക്ക് കാണത്തക്ക രീതിയിൽ മലയാളത്തിലെങ്ങാനും ബിസ്മി ചൊല്ലുക എന്നൊക്കെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സേ ബിസ്മില്ല എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഒരു ചെറിയൊരു റിമൈൻഡർ രസമായിരിക്കും ചെറിയ മക്കൾക്ക്. ചെറിയ കുട്ടികൾക്ക്, വലിയവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ഈ ടിഫിൻ ബോക്സിൽ ചില ട്രിക്കുകൾ ഉണ്ടെങ്കിൽ, ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഞങ്ങൾ പാരന്റ്സിന് ചില ട്രെയിനിങ് ക്ലാസ്സുകൾ കൊടുക്കും. അപ്പോ ടിഫിൻ ബോക്സിന്റെ അകത്ത് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസിന്റെ മീതെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ഉമ്മമാർ ഹൈസ്കൂളിൽ താഴെ ആണെങ്കിൽ, ആ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ഒരു ഗിഫ്റ്റോ ഒരു ചെറിയ മെസ്സേജോ ഉമ്മമാർക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയും. അപ്പൊ മോൻ ഭക്ഷണം എടുത്ത് നോക്കുമ്പോ നല്ലൊരു സ്നാക്ക് ഉണ്ട്, അതിന്റെ ഇടയിൽ ഒരു കടലാസ് ഉമ്മ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അൺറാപ്പ് ചെയ്ത് നോക്കുമ്പോ, മോനെ ഐ ലവ് യു, മോനോട് ഉമ്മക്ക് ഇഷ്ടമാണ്, ഒരു ചെറിയൊരു മെസ്സേജ്, മോനെ സേ ഓൺലി ട്രൂത്ത്, സത്യമേ പറയാവൂ മോനെ, ഒരു മെസ്സേജ് എപ്പോഴെങ്കിലും. കുട്ടി അത് കാണുമ്പോ അതിലൊരു നോവൽറ്റി, കുട്ടിക്കൊരു പുതുമ തോന്നും.
കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അത് കേട്ടില്ല എന്ന് വരും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവനവന്റെ മുമ്പിലെ ഭക്ഷണമല്ലേ, സ്കൂളിൽ വല്ലാത്ത രസമാണത്. തൊട്ടപ്പുറത്തം കൊണ്ടുവന്ന എന്താന്നാ നോക്കുക, ഇവൻ കൊണ്ടുവന്നത് അതിൽ ഉഷാറായിരിക്കും, എന്നാലും എനിക്ക് അത് കിട്ടിയില്ലല്ലോ എന്നാ കുട്ടി ചിന്തിക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ ഉമ്മയുടെ വക ചെറിയൊരു ഗിഫ്റ്റ്, ഒരു ചെറിയൊരു മെസ്സേജ്, മോനെ സത്യമേ പറയാവൂ, മോനെ മോന്റെ ഉമ്മാക്കും മോന്റെ ഉപ്പാക്കും മോനെ ഇഷ്ടമാണ്. ഇതൊക്കെ ചെറിയ നമ്മൾ നമ്മുടെ മക്കളോട് പറയില്ല, നമുക്കത് പറയാനും അറിയില്ല. നമ്മുടെ മക്കള് പിന്നെ കണ്ടോലെ റോട്ടിൽ നിന്ന് സ്നേഹിക്കും പോലെ പിന്നാലെ പോകും. ഇത് വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട സംഗതിയാണ് ഈ സ്നേഹം, വീട്ടിലാരും കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്. മുത്തനബി തങ്ങൾ പറയുന്നു, കുൽ ബിയമീനിക്, മോനെ വലത് കൈ കൊണ്ട് തിന്നണം. ലാ അസ്തതീ, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടം, അത് ചിലർക്കത് ശീലായി പോയിട്ടുണ്ടാവും. ഇടത് കയ്യന്മാരായ ആളുകളുണ്ട്, അവരെ കുറിച്ചല്ല. അവർക്ക് ഇടതുകൊണ്ടേ തൊടാനും പിടിക്കാനും ചിലപ്പോൾ എഴുതാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ മഅഫുവാണ്, അള്ളാഹ് പുറത്തു കൊടുക്കും. ഇടവനാണ്, അങ്ങനെ പറയില്ലേ, ഇടത് കൈയുള്ള ഇടവൻ, ലെഫ്റ്റ് ഹാൻഡഡ്, അതിനല്ല, അതിനെ സംബന്ധിച്ചല്ല. അവർക്ക് ചിലപ്പോൾ കഴിയില്ല, പിടിച്ച പാത്രം വീണവും ചിലപ്പോൾ വലത് കൊണ്ട് പിടിച്ചാൽ, അങ്ങനത്തെ ആളുകളുണ്ടാവും. എന്നാൽ പറ്റുന്നവർ അവരെ ശീലിപ്പിച്ചെടുക്കാൻ പറ്റും, അവരെ ശീലിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് 2 തവണ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലസ്തതഅത, നിങ്ങൾക്കതിന് സാധിക്കുകയും ഇല്ല. ആ ഒരു വാക്ക് ഹബീബിന്റെ വായിൽ നിന്ന് അയാൾ ചോദിച്ചു വാങ്ങി. ഫമാ റഫഅഹാ ഇലാ ഫമിഹി, ആ വലത് കൈ പിന്നെ വായിലേക്ക് പൊക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ആ കൈ അങ്ങനെ ഉറച്ചുപോയി. ആ മനുഷ്യന്റെ കൈ പിന്നെ അയാൾക്ക് മടക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് നബി തങ്ങളുടെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഫമാ റഫഅഹാ ഇലാ ഫമിഹി, നിങ്ങൾക്ക് എനിക്കത് കഴിയില്ല, എനിക്കത് കഴിയില്ല, വലത് കൈ കൊണ്ട് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ നിനക്കത് സാധ്യവുമല്ല എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു. പിന്നെ ആ ഹബീബിന്റെ വാക്ക് പുലരുകയാണ്. അയാൾക്ക് വായിലേക്ക് പിന്നെ ആ കൈ കൊണ്ട് ഉയർത്താൻ സാധിച്ചിട്ടില്ല, കൈ അങ്ങ് ഉറച്ചുപോയി, ശലൽ സംഭവിച്ചു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. وَلَعَذَابُ الْآخِرَةِ أَخْزَى وَهُمْ لَا يُنصَرُونَ. നബി തങ്ങളുടെ ചര്യക്ക് എതിര് ചെയ്തതിന് ദുനിയാവിൽ അല്ലാഹു കൊടുത്ത ശിക്ഷ ഇനി പരലോകത്തെ എന്തായിരിക്കും തൗബ ചെയ്തില്ലെങ്കിൽ? അതുകൊണ്ട് നമ്മുടെ ശരീരം നമ്മുടെ നന്മക്ക് തടസ്സമാവരുത്, നമ്മുടെ ശരീരം നമ്മുടെ സ്വർഗത്തിന് തടസ്സമാവരുത്. നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് വേണം നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.